കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ. രാവിലെ 11 മണിയോടെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് മേയർ വി. രാജേഷാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുന്നത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറെ തെരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ആശങ്കയോ അവതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ പദവിയിൽ യഥാർത്ഥയും വിശ്വാസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരം നഗരസഭയിലെ 20-ാം വാർഡ് കൗൺസിലറും ബി.ജെ.പി. നേതാവുമായ ആർ. സുഗതൻ കാപ്പ കേസിൽ പ്രതിയായി ജയിലിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി. അദ്ദേഹം ജയിലിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നേരത്തെ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് സുഗതൻ ഉൾപ്പെടെ പലരെയും അയോഗ്യത കൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് സുഗതൻ ഇപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ഇത് കേരള ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ജയിലിൽ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്ത് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്ന രീതിയിലേക്ക് വരുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുഗതൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇത് നിരാകരിക്കുകയും ചെയ്തു. കാരണം ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ ഉയർന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് കാപ്പ ചുമത്തപ്പെട്ട ഒരു പ്രതിയാണ്, ആ പ്രതിക്ക് ഈ രീതിയിലുള്ള ഇളവുകൾ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ട് എന്നാൽ മറ്റെന്ത് ചെയ്യാൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു. അങ്ങനെയാണ് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കാമെന്ന് പറഞ്ഞത്. അതനുസരിച്ചാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്തത്. വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ആർ. സുഗതൻ ഉള്ളത്. കഴിഞ്ഞ ജൂൺ 9 മുതൽ ജയിലിലാണ്. ഏതായാലും ഇക്കാര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തിരുവനന്തപുരം മേയർ വി. രാജേഷ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, മറ്റ് ജയിൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവിടെ സന്നിഹിതരായിരുന്നു. കോടതി നിർദ്ദേശമനുസരിച്ചുകൊണ്ട് അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നു. ജയിലിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറെ തെരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ബി.ജെ.പിക്ക് എതിരെയുള്ള വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് പലരും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നുവെങ്കിലും ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ ഞങ്ങൾക്ക് അറിയാം. CPM ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നു, അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടികളുണ്ട്. ഹൈക്കോടതി നിർദ്ദേശാനുസരണമാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത്. ഈ ഒരു സുഗതൻ്റെ വിഷയത്തിൽ കോടതി നിർദ്ദേശാനുസരണമായിരിക്കും തങ്ങൾ മുന്നോട്ട് പോവുക എന്നെല്ലാം വി. രാജേഷ് ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശക്തമായുള്ള വിയോജിപ്പ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അക്കാര്യങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. കൗൺസിലറുടെ അഭിഭാഷക സംഘം അക്കാര്യങ്ങളുടെ വിശകലനം ചെയ്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്ന ഉത്തരവുകൾ അനുസരിച്ച് ആ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ദൗത്യം. ഞങ്ങൾ അക്കാര്യങ്ങൾ ചെയ്യും. സുഗതൻ നിലവിൽ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല, ജയിലിലായതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ 3ാമത് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നാൽ സ്വമേധയാ അയോഗ്യനാകുന്ന രീതിയിലേക്ക് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പോവുകയും ചെയ്യും. എന്തായാലും സുഗതൻ്റെ ഈ കാര്യങ്ങളിൽ സുഗതനെതിരെയുള്ള ഒരു പ്രതിഷേധ നടപടികളുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് CPM നടത്തി വന്നിരുന്ന റിലേ നിരാഹാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് കോടതി നടപടികൾ തുടരുന്നതിനാലും അതോടൊപ്പം തന്നെ സുഗതൻ സ്വമേധയാ ഇക്കാര്യങ്ങളിൽ നടപടികൾ നേരിടേണ്ടി വരുന്നതിനാലും ഈ സമരം അവസാനിപ്പിക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി വി. ജോയി പറഞ്ഞു. ഇതിൻ്റെ മുമ്പിലുള്ള റിലേ സത്യാഗ്രഹം അവസാനിപ്പിക്കുകയാണ്. അസന്നിഗ്ധമായിട്ടുള്ള ഒരു ഉത്തരവാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറത്തുവിട്ടത്. എന്നാൽ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളിൻ്റെ സത്യപ്രതിജ്ഞ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ജയിലിനകത്ത് ലൈബ്രറി ഹാളിൽ സത്യപ്രതിജ്ഞ ചെയ്യാം എന്നുള്ളതാണ്. ഈ 6 മാസക്കാലം ജയിലിനുള്ളിലാകുമ്പോൾ നിശ്ചയമായും കൗൺസിൽ യോഗങ്ങളിൽ തുടരെ പങ്കെടുക്കാൻ സാധിക്കാത്ത സ്ഥിതി വരും. സ്വമേധയാ തന്നെ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതും ഞങ്ങൾ പറഞ്ഞതും. കാപ്പ കേസിൽ പ്രതിയായ സുഗതനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ഉയർന്നുകൊണ്ടിരുന്നത്. ഏതായാലും അതിലൊരു പ്രതിസന്ധിക്ക്, ഭരണപരമായ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം തേടിക്കൊണ്ടാണ് ബി.ജെ.പി. അടക്കം ഈ കോടതിയിലേക്ക് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുഗതനടക്കം കോടതിയിലേക്ക് വരികയും ചെയ്യുന്നത്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ കൂടിയും തുടർച്ചയായ കൗൺസിൽ യോഗങ്ങളിൽ വരാതിരിക്കുന്നത് അയോഗ്യതയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങും. അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ
കൊണ്ടുവരാൻ തന്നെയാണ് CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.